Hi everyone, this is Ebin Shay from Evika. അങ്ങനെ നമ്മുടെ iOS 8ൻ്റെ പബ്ലിക് ബീറ്റ നമുക്കിപ്പോൾ ഒഫീഷ്യലി റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ നമുക്ക് 3 GB മുതൽ 7 GB വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ iOS 18 നമുക്ക് ലക്കിലി iOS 17 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ iPhone XS മുതലുള്ള എല്ലാ ഡിവൈസിലും ഈ ഒരു അപ്ഡേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ iPadOS 18, watchOS 11, macOS, Sequoia 15 എന്നീ പറഞ്ഞ 3 സോഫ്റ്റ്വെയറും പബ്ലിക് ബീറ്റ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പബ്ലിക് ബീറ്റ എങ്ങനെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അതേപോലെ നിങ്ങൾക്ക് ഏതൊക്കെ നെസസറി സ്റ്റെപ്പാണ് ഈ iOS 18 ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്നുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. എന്തായാലും കാണുക. ഈ ഒരു അപ്ഡേഷനിൽ പബ്ലിക് ബീറ്റയുടെ ജസ്റ്റ് ആ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. ആൻഡ് ഡിസ്ക്ലെയിമറായിട്ട് ഞാൻ പറയട്ടെ, ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾ പ്രൈമറി ഫോണുകൾ ചെയ്യുകയാണെങ്കിൽ കുറേയധികം ബഗുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ എന്തായാലും ഈ ഒരു ഡിവൈസ് നിങ്ങളുടെ പ്രൈമറി ആണെങ്കിൽ ഒരിക്കലും ചെയ്യാതിരിക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഏറ്റവും ആദ്യത്തെ മാറ്റം വരുന്നത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു വിജിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ സൈഡിൽ കാണുന്ന ടോഗിൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ആ ഒരു വിജിറ്റ് ഓട്ടോമാറ്റിക്കലി സ്ട്രിങ്ക് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ ഈ ഒരു മ്യൂസിക്കിൻ്റെ വിജിറ്റ് നമുക്ക് വലുതാക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക. ആ ഒരു വിജിറ്റ് വലുതാവുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വിജിറ്റ് ഇനി മുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ ഹോം സ്ക്രീൻ ലേഔട്ടും കുറേയധികം കസ്റ്റമൈസേഷൻ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഞാൻ ഈ പറയുന്ന ഈ ഒരു ആപ്പ് അടുത്ത സ്ക്രീനിൽ ഇവിടെ കൊണ്ടുവന്നിട്ടു. ഇനി ഈ ഒരു ഫൈനൽ കട്ട് ക്യാമറയുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എനിക്ക് ഈ ആപ്ലിക്കേഷൻ പ്ലേസ് ചെയ്യാം. നേരത്തെ ഉണ്ടായ പോലെ ആ ഒരു പ്ലേസ്മെൻറ്റ് കറക്റ്റ് ഇതിൻ്റെ ബാക്കിലായിട്ട് ഓട്ടോമാറ്റിക്കലി പോവില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു ആപ്പ് പ്ലേസ്മെൻറ്റ് നമ്മുടെ ഹോം സ്ക്രീൻ ലേഔട്ടിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അടുത്ത് വന്ന മാറ്റം, ഈ ഓരോ ആപ്ലിക്കേഷനും നമുക്ക് ഇനി മുതൽ ലോക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഇവിടെ റിക്വയർ ഫേസ് ID എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ടാപ്പ് ചെയ്യുക. എൻ്റെ ഈ പറഞ്ഞ റിക്വയർ ഫേസ് ID എന്ന് ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഹൈഡ് ആൻഡ് റിക്വയർ ഫേസ് ID എന്ന് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ റിക്വയർ ഫേസ് ID കൊടുത്തു. എൻ്റെ ആ ഒരു ഫേസ് ID ഒതൻറ്റിക്കേഷൻ ചെയ്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ID ചോദിക്കും. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഓട്ടോമാറ്റിക്കലി എൻ്റെ ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഓൺ ആയത്. അതേപോലെ നമുക്ക് ഇനി നമ്മുടെ എല്ലാ ആപ്ലിക്കേഷൻസും ഹൈഡ് ചെയ്യാനും അതേപോലെ ലോക്ക് ചെയ്യാനും ഈ iOS 18 ഇൻബിൽഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത് വന്ന മേജർ മാറ്റമാണ് ഈ പറഞ്ഞ ഹോം സ്ക്രീൻ ലേഔട്ടിലെ ഓരോ ആപ്പ് ഐക്കൺസും നമുക്ക് ഇനി ഡാർക്ക് മോഡിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് എഡിറ്റ് എന്ന് പറഞ്ഞ പുതിയ ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ടാപ്പ് ചെയ്യുക. ഇവിടെ 2 പുതിയ ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഒന്ന് വിജിറ്റും 2 കസ്റ്റമൈസും. ഈ ഒരു കസ്റ്റമൈസ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ താഴത്ത് കുറച്ചധികം ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഡാർക്ക് ലൈറ്റ് ടിൻറ്റഡ് എന്ന് പറയുന്നത്. ഈ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ഡിവൈസ് ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ സൺറൈസും സൺസെറ്റും അനുസരിച്ച് നമ്മുടെ ഡിവൈസിൽ ലൈറ്റ് മോഡും ഡാർക്ക് മോഡും സ്വിച്ച് ചെയ്യാറുണ്ട്. അതനുസരിച്ച് കളറ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഡാർക്ക് മോഡാണ് വേണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ഓരോ ആപ്സും കറക്റ്റായിട്ട് ഡാർക്ക് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ലൈറ്റ് മോഡിലേക്ക് ഇടുകയാണെങ്കിൽ ആ ഓരോ ഐക്കൺസും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടും വിവിഡായിട്ടും ആ ഒരു ഐക്കൺസ് മാറിയിട്ടുണ്ട്. ഇനി ടിൻറ്റഡ് എന്നൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ, ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു ഗ്രീൻ കളറിലേക്ക് എനിക്ക് മാറ്റണം. ജസ്റ്റ് ഞാൻ ഈ ഒരു സ്ക്രോൾ ബട്ടൺ സ്ക്രോൾ ചെയ്യുക, ഗ്രീൻ ആക്കുക. എൻ്റെ ഈ പറഞ്ഞ എല്ലാ ബാക്ക്ഗ്രൗണ്ടും ബാക്കി കാര്യങ്ങളും ഈ ഒരു ടിൻറ്റഡ് കളേഴ്സിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ലോഗോയും ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ആ ഒരു ടിൻറ്റഡ് കളേഴ്സിലേക്ക് മാറിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു കളർ അല്ലെങ്കിൽ ആ ഒരു മോഡ് എന്ന് പറയുന്നത് ഡാർക്ക് മോഡാണ്. ഈ ഒരു ഡാർക്ക് മോഡിലേക്ക് ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഫോൺ കാണാൻ നല്ല ഭംഗിയിലാണ് ഇരിക്കുന്നത്. അടുത്ത വന്ന മാറ്റം നമ്മുടെ കൺട്രോൾ സെൻറ്ററിലാണ്. ഫുള്ളി റീമാപ്ഡ് ആയ ഒരു കൺട്രോൾ സെൻറ്ററാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മുടെ iOS 17 വരെയും കണ്ട ആ ഒരു കൺട്രോൾ സെൻറ്ററിൽ നിന്ന്
വലിയൊരു ലീപ് ജമ്പാണ് iOS 18ലേക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും കുറച്ചധികം ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. ഞാൻ തൊട്ട് താഴത്തേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ എൻ്റെ മ്യൂസിക് കൺട്രോൾസ് ഓപ്പണായി. അതിൻ്റെ തൊട്ട് താഴത്ത് എൻ്റെ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ സർവീസും ബാക്കി കൺട്രോൾസുമാണ് വന്നിരിക്കുന്നത്. തൊട്ട് താഴത്ത് ഞാൻ അഡീഷണലി ആഡ് ചെയ്തിരിക്കുന്ന ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് ഈ കൺട്രോൾ സെൻറ്ററിൽ ആഡ് ചെയ്യുകയും നിങ്ങൾക്ക് ഈസി ഓഫ് ആക്സസും ചെയ്യാൻ പറ്റും. ഇനി ഇത് എങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പൊക്കത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു പ്ലസ് ബട്ടൺ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അവിടെ ടാപ്പ് ചെയ്യുന്നതിനും നമുക്ക് ഇവിടെ ഈ പറഞ്ഞ ആഡ് കൺട്രോൾസ് എന്ന് പറയും. നേരത്തെ ഞാൻ വിജറ്റിൽ കൺട്രോൾ ചെയ്ത പോലെ ഓരോ ആപ്ലിക്കേഷൻ നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാനും പറ്റുന്നതാണ്. ഞാൻ ഒരു മ്യൂസിക് ആപ്ലിക്കേഷൻ കുറച്ചുകൂടി ഡ്രാഗ് ചെയ്ത് വലുതാക്കി. അതിനുശേഷം ഞാൻ ഇതേപോലെ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി എനിക്കൊരു പുതിയ വിജറ്റ് അല്ലെങ്കിൽ പുതിയ ഒരു കൺട്രോൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് എ കൺട്രോൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കുറേയധികം ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഈ ഒരു കൺട്രോൾ സെൻറ്ററിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇഷ്ടമുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കുറേയധികം ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഈ പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സർവീസാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ സെല്ലർ കമ്മ്യൂണിക്കേഷനാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് നേരെ സെല്ലുലാർ ഒന്ന് ടാപ്പ് ചെയ്യാം. സെല്ലുലാർ ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അത് കറക്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓരോ കൺട്രോൾസും ഇവിടെ നമുക്ക് അലൈൻ ചെയ്ത് വെച്ച് ഈസി ഓഫ് ആക്സസ് ആയിട്ട് നമ്മുടെ കൺട്രോൾ സെൻറ്ററിൽ യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത് വരുന്ന മാറ്റം നമ്മുടെ ഈ പറഞ്ഞ ലോക്ക് സ്ക്രീനിലാണ്. നമ്മൾ നേരെ ഈ പറഞ്ഞ ലോക്ക് സ്ക്രീൻ എടുക്കാം. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ? യെസ്, നമ്മുടെ ഇത്രയും നാളും കണ്ടിരുന്ന ആ 2 ആപ്ലിക്കേഷൻസും നമുക്കിനി മുതൽ ആഡ് ചെയ്യാനും അതേപോലെ നമുക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും. ഇവിടെ ആ ഒരു ക്യാമറ ഓപ്ഷൻ മാറ്റിക്കൊണ്ട് ഞാൻ മ്യൂസിക് റെക്കഗ്നേഷനാണ് ഇട്ടിരിക്കുന്നത്. ഫ്ലാഷ് ടോർച്ച് ഇവിടെ ഉണ്ട്. ഇത് എങ്ങനെ നമ്മൾ ചെയ്യും? ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം കസ്റ്റമൈസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ലോക്ക് സ്ക്രീൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും പുതുതായിട്ട് നമ്മുടെ ഈ ഒരു കൺട്രോൾ സെൻറ്റർ ഈ ഒരു ലോക്ക് സ്ക്രീനിലും ആക്സസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ആ ഒരു മൈനസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഐക്കൺ പോയിട്ടുണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്യാം. നേരത്തെ നമ്മുടെ കൺട്രോൾ സെൻറ്ററിൽ കണ്ട പോലെ നമുക്ക് ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ iOS 18ലെ പുതിയ അപ്ഡേഷനിൽ നമുക്ക് മ്യൂസിക് ആപ്ലിക്കേഷനും ഡയറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. നമ്മുടെ ആപ്പിൾ മ്യൂസിക് വന്നിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ കൺട്രോൾ സെൻറ്ററും ലോക്ക് സ്ക്രീനും നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള ഡൗട്ടായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ക്യാമറ മാറ്റി മ്യൂസിക് ഇടുമ്പോൾ എങ്ങനെ ക്യാമറ ആക്സസ് ചെയ്യും? പഴയ പോലെ തന്നെ നമുക്ക് എളുപ്പത്തിന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ ക്യാമറ ആക്സസ് ചെയ്യാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ iOS 18 ആപ്പിൾ കളഞ്ഞിട്ടില്ല. ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഈ പറഞ്ഞ ആപ്പിൾ മ്യൂസിക്കിലേക്ക് എനിക്ക് പോകാൻ പറ്റും. ചെറിയൊരു ബഗ് ഉണ്ട്, നമുക്കറിയാം. iOS 18 എന്ന് പറഞ്ഞാൽ എന്തായാലും ബഗ്ഗുള്ള ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. സോ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും മറന്നു പോകാതെ ഓർത്തിരിക്കേണ്ടതാണ്. ഇനി ഈ ഒരു അപ്ഡേഷനിൽ നിങ്ങൾക്ക് കുറേയധികം ബഗ്ഗുകളും അതേപോലെ പ്രശ്നങ്ങളും വരികയാണെങ്കിൽ എന്തായാലും മറന്നു പോകാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന ആപ്പിൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനിൽ കയറി നിങ്ങളുടെ ഫീഡ്ബാക്ക് രേഖപ്പെടുത്തുന്നതാണ്. അതായത് നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ബഗ്ഗുകളും പ്രശ്നങ്ങളും ഒരു സ്ക്രീൻഷോട്ടോ സ്ക്രീൻ റെക്കോർഡോ എടുത്തുകൊണ്ട് ആപ്പിളിന് നമുക്ക് ഇവിടെ ഫീഡ്ബാക്ക് നൽകാവുന്നതാണ്. അങ്ങനെയാണ് ഓരോ അപ്ഡേഷനും ആപ്പിൾ കൂടുതലും ഇംപ്രവൈസേഷൻ കൊണ്ടുവന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 18ൻ്റെ ഒരു ഫസ്റ്റ് പീക്ക് ലുക്ക് എന്ന് പറയുന്നത്. ഈ iOS 18ൽ ഇനിയും കുറേയധികം ഇൻഡെപ്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഓരോ ബീറ്റയുടെ വീഡിയോസും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതെടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ വട്ടവും വന്ന അടിപൊളി മാറ്റങ്ങൾ കാണാൻ പറ്റുന്നതാണ്. സോ ഇതേപോലുള്ള പുതിയ പുതിയ കാര്യങ്ങളായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും അതേപോലെ ടെലിഗ്രാം വഴിയും അപ്ഡേഷൻസ് വേണമെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നിങ്ങൾക്ക് മലയാളത്തിൽ ന്യൂസ് വായിക്കാൻ ഇപ്പോൾ GCCയിലായാലും അമേരിക്കയിലായാലും കാനഡ ആയാലും മലയാളത്തിൽ ന്യൂസ് വായിക്കണമെങ്കിൽ നമ്മുടെ എവിക്കയുടെ വെബ്സൈറ്റിൽ മലയാളത്തിൽ ന്യൂസ് കൊടുക്കുന്നുണ്ട്. എന്തായാലും ചെക്ക് ചെയ്യുക. www.evica.com ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Vibin Xavier signing from Evica.